ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ വീട്ടിലായിട്ടുള്ളത്. തലേന്ന് തന്നെ എത്തിയിട്ടുണ്ട്. ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്. ചെറുതല്ല, കുറച്ച് വലുത് തന്നെയാണ്. ഏട്ടൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. റിങ് എക്സ്ചേഞ്ച് ആണ് ചെയ്യുന്നത്. പാപ്പൻ്റെ മക്കളൊക്കെ പുലർച്ചെ എത്തിയിട്ടുണ്ട്. അവർ പഠിക്കുകയാണ് ബാംഗ്ലൂരിൽ. അപ്പം നേരെ ഇങ്ങോട്ട് എത്തിയതാണ്. പിന്നെ ആൻറ്റിയുണ്ട്. ആൻറ്റീൻ്റെ മക്കളൊക്കെ തലേന്ന് തന്നെ പോയിട്ടുണ്ട്. എന്താ വെച്ചാൽ നിൽക്കാൻ സൗകര്യക്കുറവൊക്കെ ഉള്ളതുകൊണ്ട് അവർ രാവിലെ എത്തിക്കോളാം എന്നാണ് പറഞ്ഞത്. ഓരോരുത്തർ വെച്ച് പരിപാടി ആയതുകൊണ്ട് കുറച്ച് പേര് ഓഡിറ്റോറിയത്തിലേക്കും കുറച്ച് പേര് വീട്ടിലേക്ക് എത്തുകയാണ്. പിന്നെ ഞങ്ങൾ ട്രാവലറിലാണ് പോകുന്നത്. അവർ പുലർച്ചെ എത്തിയതുകൊണ്ട് അവർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം അവർക്ക് ചായ കൊടുത്തിട്ടുണ്ട്. ഇഡ്ഡലിയും സാമ്പാറായിരുന്നു. അതൊക്കെ കഴിച്ചതൊക്കെ എങ്ങനെ ഉണ്ടെന്ന് പറയാണ്. അപ്പോൾ ഗുഡ് 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 എന്ന് പറയാണ്. അവൻ കുറച്ചൊരു തമാശക്കാരനാണ്. പിന്നെ ഞങ്ങൾ വേഗം കുളിയൊക്കെ പാസ്സായിട്ടാക്കി ഞങ്ങൾ പ്രധാന പണിയിലേക്ക് കടന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ മാറ്റൽ അതൊരു വലിയ ടാസ്ക് തന്നെയാണ്. അപ്പോൾ എൻ്റെ ആൻറ്റിമാരും അമ്മേനൊക്കെ ഞങ്ങളാണ് പുറപ്പെടുവിച്ചെടുക്കുന്നത്. എങ്ങനെയുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. മക്കളെ മാറ്റലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഏട്ടൻ്റെ മാറ്റൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ട്സ് വന്നപ്പോൾ പറഞ്ഞേടാ അങ്ങനെയല്ല ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഏട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വേറെ മാറ്റലും ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. എന്നാലും അവരിങ്ങനെ ആക്കുന്നൊക്കെ ഏട്ടൻ പറഞ്ഞടാ വേണ്ട എൻ്റെ എല്ലാം കൂടി കൊളാക്കും, എൻ്റെ ദിവസം തന്നെ പോക്കുകയാണോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ തമാശയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വേഗം മാറ്റി ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ കുറേ പേര് ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള വെള്ളം കുടിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ നോക്കുക കേട്ടോ. അപ്പോൾ ട്രാവലറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ട്രാവലറിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ കാറിലാട്ടോ പോയത്. അപ്പോൾ അവർ ട്രാവലറിൽ വരുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഓഡിറ്റോറിയത്തിൽ. വന്നപാട് ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കുടിച്ച് ഞങ്ങൾ നേരെ ഹാളിലേക്ക് പോയിട്ടുണ്ട്. ഏട്ടന് ചെറിയൊരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ റെഡിയായി. പിന്നെ ഞങ്ങൾ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾ കേക്കായിരുന്നു. കേക്കിനൊരു ചെരിവ് വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ വണ്ടീൻ്റെ ഇളക്കം കൊണ്ടാണോ അറിയില്ല, ഇത് പറ്റിയിട്ടുണ്ട്. വേറെ വെക്കുമ്പോൾ നല്ല അടിപൊളി പരിപാടിയായിരുന്നു. നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. 6 മാസത്തിനുള്ളിൽ കല്യാണം ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. ഒരു വർഷം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും കൂടി 6 മാസം ആക്കിയിട്ടുണ്ട്. എന്താണെന്നൊന്നും അറിയില്ല. അവരുടെ ജീവിതമാണ് എന്നുള്ളതൊക്കെ ഓർക്കേ അറിയുള്ളൂ. അപ്പോൾ ചർച്ചയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാൻ കയറിയിട്ടുണ്ട്. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഫോട്ടോസൊക്കെ എടുത്ത് വരുമ്പോഴേക്കും നേരം വൈകിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. ഇന്ന് ബിരിയാണിയും ചിക്കൻ ഫ്രൈ അങ്ങനത്തെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണല്ലോ, ബിരിയാണിയല്ലേ. അപ്പോൾ ഞങ്ങൾ വേഗം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയിലുണ്ട്, ഒന്ന് നോക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് കാട്ടാൻ പോയത്. വീട്ടിൽ എനിക്കടിയുള്ള പരിപാടിയായിരുന്നു. ഞങ്ങൾ പാട്ടൊക്കെ വെച്ചിട്ട് അടിപൊളി ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് അമ്മേൻ്റെ ആൾക്കാരാട്ടോ മൊത്തമുള്ള. അച്ഛൻ്റെ ആൾക്കാരൊക്കെ ദൂരെ സ്ഥലങ്ങളായതുകൊണ്ട് അവരൊക്കെ പോയിട്ടുണ്ട്. അമ്മേൻ്റെ ആൾക്കാർ മൊത്തം ഉണ്ട് ഇവിടെ. അപ്പോൾ അവരൊക്കെ വെച്ച് പാട്ടൊക്കെ വെച്ച് അടിപൊളിയായിട്ട് എല്ലാവരും കളിച്ചിട്ടുണ്ട് ഡാൻസ്. ഞങ്ങൾ വിചാരിക്കാത്ത മാമിയും ഒക്കെ കളിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇനി അടുത്തത് ഞങ്ങളെ മാമൻ്റെ മോളെ കല്യാണമാണ്. അപ്പോൾ അതിനായിട്ട് ഒത്തുകൂടാമെന്നാണ് വിചാരിച്ചത്. ഇതേപോലെ അടിപൊളിയാക്കണം. ഏപ്രിൽ 20-നാണ് കല്യാണം. അപ്പം ഞാൻ കല്യാണത്തിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.